ഇനി മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ റോഡുകളിൽ വാഹനങ്ങളുടെ തിരക്ക് ഓരോ ദിവസവും വർദ്ധിക്കുന്നു. ഈ തിരക്കിലൂടെ കാൽനട യാത്രക്കാരന് സഞ്ചരിക്കാൻ ആകെയുള്ള ഇടമാണ് ഫുട്പാത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഫുട്പാത്ത് പോലും കയ്യേറുകയാണിപ്പോൾ. ഞങ്ങളുടെ പ്രതിനിധി ശ്യാമാർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ആരാണ് ഈ ഫുട്പാത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ? കാൽനട യാത്രക്കാരെന്ന് ഒറ്റവാക്കിൽ എളുപ്പത്തിൽ പറയാൻ സാധിക്കും. പക്ഷേ കാര്യങ്ങളിപ്പോൾ അങ്ങനെയല്ല. യഥാർത്ഥ അവകാശിയെ കുടിയിറക്കി മറ്റു പലരും ഇത് കയ്യേറിയിരിക്കുകയാണ് ഇപ്പോൾ. ഇപ്പോൾ ട്രാഫിക്ക് കിടക്കുകയായിരിക്കും. അപ്പോൾ ട്രാഫിക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറി ചിലപ്പോൾ സ്പീഡിൽ കയറി വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ പേടിച്ച് മാറാറുണ്ട്. ചിലപ്പം ഇടിക്കാതെ പേടിച്ചിട്ടായിരിക്കും നമ്മൾ മാറുന്നത്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ട്. സർക്കാരിന് പൈപ്പും മറ്റു വസ്തുക്കളും വയ്ക്കാനുള്ള സ്ഥലമാണ് ഫുട്പാത്ത്. കാറുകാർക്ക് അത് പാർക്ക് ചെയ്യാനുള്ള ഇടം. ടൂ വീലർ പാർക്ക് ചെയ്യുമെന്ന് മാത്രമല്ല, തരം കിട്ടുമ്പോഴൊക്കെ ഫുട്പാത്തിൽ കയറ്റി ഓടിക്കുകയും ചെയ്യും. ഹോട്ടലുകൾ അവരുടെ ബോർഡ് വയ്ക്കും. പാർട്ടിക്കാരും സംഘടനകളും ഫ്ലക്സ് ബോർഡ് വയ്ക്കും എന്ന് മാത്രമല്ല, കൊടിയും കുത്തും. ഇവരുടെയൊക്കെ ഇതാണ് ഫുട്പാത്ത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യത്തില്ലല്ലോ അങ്ങനെ വരുമെന്ന്. മീൻസ് ഇതിപ്പം ബ്ലോക്കായിട്ട് കിടക്കുവാണെങ്കിൽ നമ്മൾ സേഫായിട്ടൊരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് കയറി വരുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യത്തില്ല. തിരുവനന്തപുരം നഗരം. ഇവിടെ കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണമെടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് പുലിമുട്ടിൽ പൊട്ടിച്ചിതറിയ തിരയുടെ കണ്ണികൾ അളക്കാൻ. ഇത്ര തിരക്കുള്ള നഗരത്തിൽ കാൽനട യാത്രക്കാരന്റെ ആശ്രയമാണ് ഫുട്പാത്ത്. ഹൈക്കോടതി പലതവണ പറഞ്ഞു ഫുട്പാത്ത് കയ്യേറലെന്നും കയ്യേറുന്നവരെ ഒഴിപ്പിക്കണമെന്നും നടപടി വേണമെന്നും. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എൻ്റെ പിന്നിൽ ഒരു ജീപ്പ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് റവന്യൂ വകുപ്പിൻ്റെതാണ്. സർക്കാരിൻ്റെ ഭാഗമാണ് അവരും. അവർക്ക് പോലും ബോധമില്ല ഈ ഫുട്പാത്ത് ആരുടേതാണെന്ന്. ശ്യാമാർ ബാബു, ടീം 24.